നടൻ മമ്മൂക്കോയയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ ഖബറടക്കി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുകയാണ്. റിയാസ്, ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഒരു അവസാനമായി മമ്മൂക്കോയയുടെ ഈ വേർപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, മമ്മൂക്കോയ ഇനിയില്ല. മമ്മൂക്കയിൽ ഓർമ്മ മാത്രമായി എന്നുള്ളതാണ്. ഖബറടക്ക ചടങ്ങുകളെല്ലാം തന്നെ പൂർണ്ണമായി. ഇനി അതേ തുടർന്നുള്ള മതപരമായ പ്രാർത്ഥനകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഖബറടക്കം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം പൂർത്തീകരിച്ചത്. മക്കളുടെ സാന്നിധ്യത്തിൽ, ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിലാണ്. ഒപ്പം തന്നെ നിരവധി ആളുകളാണ് ഖബറടക്ക ചടങ്ങിൽ പങ്കാളികളാവാൻ ഇവിടേക്ക് എത്തിയിരുന്നത്. അതിനു മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി പോലീസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ തുല്യനായ ഒരു മഹാനടൻ വിടവാങ്ങിയിരിക്കുന്നു. ഇനി അദ്ദേഹമില്ല. അതിലുപരി നല്ലൊരു മനുഷ്യൻ, അതാണ് മമ്മൂക്കയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മമ്മൂക്കോയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇനി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചിരി ഇനി സിനിമയിലൂടെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ആ ചിരി ജീവിതത്തിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. നേരത്തെ 9:35 കൂടിയാണ് അരക്കിണറിലെ വസതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള യാത്ര ആദ്യം അരക്കിണർ മുജാഹിദ് മസ്ജിദിലേക്ക് പുറപ്പെട്ടത്. തുടർന്ന് അരക്കിണർ മുജാഹിദ് മസ്ജിദിൽ ആദ്യത്തെ മയ്യത്ത് നിസ്കാരം നടന്നു. അവിടെ വലിയൊരു ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വിലാപയാത്രയാണ് ആംബുലൻസിൽ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിച്ചത്. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ, ഒപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ളവരുടെ സന്നിഹിതരായിരുന്നു. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്ക ചടങ്ങുകളുടെ മുന്നോടിയായുള്ള മയ്യത്ത് നിസ്കാരം പൂർത്തീകരിച്ചു. ആ സമയത്ത് നടൻ സുധീഷ്, ഒപ്പം തന്നെ മുൻമന്ത്രി KT ജലീൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. അവസാനമായിരുന്നു കാണാൻ എത്തിയിരുന്നു. അവർ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം പിന്നീട് കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി നൽകി പിന്നീടാണ് ഖബറടക്ക ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഈ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമുള്ള മതപരമായ പ്രാർത്ഥനകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നടൻ മമ്മൂക്കോയ ഇനി ഇല്ല. അദ്ദേഹം ഇനി ജീവിക്കുക അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെയായിരിക്കും ജീവിക്കുക. റിയാസ്, ചിരിയുടെ സുൽത്താൻ മടങ്ങുമ്പോൾ പല പ്രമുഖരും അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ ഓടിയെത്തിയിരുന്നു. എന്നാലും പലർക്കും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായല്ലേ?